ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്ലൈമറ്റ് ആണ്. നമുക്ക് ഇവിടെ എത്തുമ്പോൾ പീസ്ഫുൾ ആയിരിക്കും നമ്മുടെ മൈൻഡും എല്ലാം റിലാക്സ്ഡ് ആയി. ഈവനിങ്സ് ഇവിടെ വന്നിരിക്കുകയാണെങ്കിൽ should be better for your soul. ഹലോ ഗായ്സ്, ഇന്നത്തെ ബ്ലോഗ് എന്ന് വെച്ചാൽ ഞങ്ങൾ കണ്ണോത്തുപുറത്തേക്ക് വന്നേക്കാണ്. അപ്പോൾ ഇവരെല്ലാവരും വന്നിട്ടുണ്ട്. ഈ പൊന്നുവാണ് ചോദിച്ചത്. പൊന്നുവാണ് വരാൻ കാരണം. പൊന്നുവിന്റെ മാസ്റ്റർ പ്ലാൻ ആണ്. ഞങ്ങളിന്ന് നയിക്കുന്നത് ഞങ്ങളുടെ പാപ്പനാണ്. ഞങ്ങൾ ഗൈസ് അങ്ങനെ അതാ പാപ്പൻ ബാക്കിൽ എല്ലാവരും കൂടി പോവുകയാണ്. ഹലോ ഗൈസ്, നമ്മളിപ്പോ എവിടെയാന്ന് നിങ്ങൾക്ക് അറിയോ? എവിടെയാ? ഇത്രയും ബ്യൂട്ടിഫുൾ ആയ ഒരു സ്ഥലം ലോകത്തിൽ ഇനി വേറെ എവിടെ കിട്ടാൻ ഗൈസ്? ഇതാണ് പ്രകൃതിയുടെ വരദാന്യമായ കണ്ണോത്തുപാടം. നമ്മൾ ചായക്കടയ്ക്കാണ് വന്നിരിക്കുന്നത്. ചിക്കൻ സമൂസ, ചിക്കൻ മുട്ട, എൻ്റെ ജീൻസ് ഇങ്ങനെ കുറേ നന്ദുവിന്റെ വക ചെലവ്. ചിക്കൻ സമൂസ, എഗ് സമൂസ. ദിവ എന്താണ് കഴിക്കണത്? മുട്ട ഒരു ടേസ്റ്റ് നോക്കാൻ കൊടുത്തതാണ്. ചീമു കടിച്ചത് കാണിച്ചെന്നേ. ചീമു ഇത്ര കടിച്ചപ്പോ ദീപു ഇത്ര കടിച്ചു ഗൈസ്. ചീമുവിന്റെ ഹലോ ഗായ്സ്, നമ്മള് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി. ഇനി നമുക്ക് നടക്കാൻ പോവാം. മുഖത്തൊക്കെ പപ്സിന്റെ തരി അല്ല, പപ്സിന്റെ അല്ല, ഇത് ഭയങ്കര തറായിട്ടപ്പോ സെറ്റാക്കാം. ബ്യൂട്ടിഫുൾ ആയിട്ട് വീണർക്കും. കഴിഞ്ഞ പ്രാവശ്യങ്ങൾ വന്നപ്പോ ഞങ്ങളുടെ ചരിത്രത്തിൽ എഴുതി വെച്ച ലിപികളാണ് ഈ കാണുന്നത്. അപ്പുറത്തൊരു ദീപ ഉണ്ട്. ഇതെവിടെ ദീപനം തൊട്ട് കാണിക്കുവോ? അതാ ദീപ. ചരിത്രത്തിൽ എഴുതപ്പെട്ട പേരുകൾ. അതിന്റെ ഉള്ളിൽ പോണ്ട് ഒരു പ്രത്യേക സ്പീഷ്യസിനെ ഡിസ്കവർ ചെയ്തിട്ടുണ്ട്. നമ്മളെ ഡിസ്കവറീസ് നമുക്ക് പേര് ഡിസ്കവറി. അതിന്റെ ഫാമിലി ഇവിടെയാണ്. എന്ത് ജീവിയാന്ന് അറിയണവർ കമന്റ് ചെയ്യുക. നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്ത് പേര് പറയുന്നു കമന്റ് ചെയ്യുക. ഞങ്ങളുടെ നാട്ടിലെ ഈ കാണുന്നതിന് പാടമെന്ന് പറയും. ഒരാൾ ഇവിടെ സോഡ പൊട്ടിക്കുന്നുണ്ട്. പൊട്ടിക്കൂ. ആ പൊട്ടട്ടെ. സോഡ പൊട്ടിക്കാണ് ഗൈസ്. 4 സോഡ 4 ക്ലാസ്സിക്കുള്ളതായി. 2 കൂടി. പോയി അത് കഴിഞ്ഞു. എന്റെ പാൻറിലേക്കൊക്കെ ആയ ചിം ദീപു
ആ അത് ആക്കാൻ പറ്റണില്ലട്ടാ കുട്ടി ട്രൗസർ ഇട്ട് വന്ന കാരണം. എന്നിട്ടും ബാഗ് വീണ്ടും കയറാൻ പോകാൻ തോന്നുന്നു. മുഖം കൂട്ടച്ചു എന്റെ കണ്ണിന്റെ ഇടയിലൊക്കെ കണ്ണൊക്കെ ചോറി വരും. ചീറ്റം കെട്ട് ജല ജലേ ചുക്കി ചുക്കി അവൾ ചുക്കി. അപ്പൊ എന്താ മുഖം അങ്ങനെ വീർത്ത്? ഒന്ന് പോടില്ലെന്ന് ഇവിടക്ക്. ഇതിന്റെ ആത്മാവാൻ തോന്നി ഞങ്ങൾ കൊന്നപ്പോ വീണ്ടും കൊല്ലാൻ വേണ്ടി പിടിക്കല്ലേ. അതെന്തത്? ഒരു കുടുംബം മൊത്തം എന്തത്? ഓ ഇതാ വിമാനം എങ്ങനെ പോവാ? ആ തൽക്കാലം അത് പറയും. അതിനുള്ള വയറന്നെ ഉണ്ടാവുമോ? ആ അപ്പൊ കൊള്ളി ബീഫ് പറഞ്ഞ കൊള്ളി ചിക്കൻ ചമ്മന്തി ചമ്മന്തി ഇവിടെ ഉണ്ട് ടീസ്പൂണ്. ഇതെന്താ? ഇത് കൊള്ളി ചിക്കൻ കൊള്ളിയും ബീഫ്. എങ്ങനെയുണ്ട്? കഴിച്ചിട്ടെന്ത് തോന്നുന്നു? എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, കുറെ പേര് ഞങ്ങളുടെ വീഡിയോ കാണുന്നുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് അതിനുള്ള ലൈക്കൊന്നും കിട്ടുന്നില്ല. വൈ അപ്പൊ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇതുപോലുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാം. 2 പ്ലേറ്റ് ആയിട്ടും ഫുള്ളായി ഗൈസ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇത്രയും നല്ല സ്ഥലം കണ്ടിട്ടുണ്ടാവോ? കാണാനുള്ള ചാൻസ് ഇല്ല, അത്രയും ബ്യൂട്ടിഫുൾ ആണ് ഈ സ്ഥലം. എന്നെ പോലെ അവളെ പോലെ റാസി. അതെ, ആച്ചിയുടെ ഫാൻസ് ആണ് ഞങ്ങൾ. ഹേ ആച്ചി, പൊന്നു ലവ് ആച്ചി, പൊന്നു ലവ് ആച്ചി. വാവ്, ലക്ഷദ്വീപിക്ക് പോവാൻ പ്ലാൻ ഇപ്പൊ അലൻ ജോസ് പെരേരയാണ്. പൊന്നുവിന്റെ ബോയ് ഫ്രണ്ട് അലൻ ജോസ് പെരേരയാണ്. പെർഫെക്റ്റ് മാച്ചാണ്. അലൻ ജോസ് പെരേര ഇപ്പോ എന്താ പറയാ, ആരും മൈൻഡ് ചെയ്യാണ്ട് നടക്കാണ്. പൊന്നൂനൊന്ന് വിളിക്കാനുള്ള ഗ്യാപ്പ് പോലും കിട്ടില്ല. പൊന്നൂന് ടെൻഷനാണ്, ആള് കൈവിട്ട് പോയോന്ന്. ആറാട്ടണ്ണന്റെ കൂടെ ഇരിക്കും ഇപ്പോ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്ലൈമറ്റ് ആണ്. നമുക്ക് ഇവിടെ എത്തുമ്പോ പീസ്ഫുൾ ആയിരിക്കും നമ്മുടെ മൈൻഡും എല്ലാം. റിലാക്സ്ഡ് ആയി ഈവനിങ്സ് ഇവിടെ വന്നിരിക്കുകയാണെങ്കിൽ should be better for your soul. Yeah.
ലാവൻഡർ ഷെയ്ഡിലാണ് സ്കൈ ഇപ്പോ ബ്യൂട്ടിഫുൾ ആണ്. ലൈക്ക് മൈ ഔട്ട്ഫിറ്റ്. ഞാനും ലാവൻഡർ ആണ്, സ്കൈയും ലാവൻഡർ ആണ്. മൈ ലാവൻഡർ ഔട്ട്ഫിറ്റ് എന്റെ സോളിന്റെ പോലെ ബ്യൂട്ടിഫുൾ ആണ് ഇവിടുത്തെ ബ്യൂട്ടി. അതെ, അലൻ ജോസ് പെരേരയെ പോലെ അത്രയും മനോഹരമായ പാടശേഖരങ്ങളുടെ നടുക്കിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇന്നലെ കണ്ണെഴുതി ഇപ്പോഴും നന്ദന്റെ കണ്ണ് എഴുത്തൽ ഇപ്പോഴും ലാസ്റ്റിംഗ് ആണ്. ലൈക്ക് മൈ ഔട്ട്ഫിറ്റ്. മണത്താലേ ചീമോനെ നോക്ക്. അതിന്റെ ഓക്കെ കൺമണി ഉണ്ട്. ഇഷ്ടമായില്ല സിനിമ സുഖല്ലേ. ആ ഓക്കെ കൺമണി നൈസാ. ഞാനത് റേറ്റ് ചെയ്യാൻ വേണ്ടി കണ്ടതാ. എന്ത്? അതെ, ഹലോ, വർക്ക് കഴിഞ്ഞാ? അതല്ല, ഞങ്ങള് എവിടെയാന്നറിയോന്ന് പറയേ. ഗസി കേ വെച്ചിട്ടാ പാപ്പൻ അവർ ടീം ലീഡർ. ഞങ്ങളിതാ 2 കുറ്റി ചിക്കൻ, 2 കുറ്റി ചിക്കൻ, 2 കുറ്റി ബീഫ്, അല്ല 2 പ്ലേറ്റ് ചിക്കൻ ചില്ലി കൊള്ളിയും, പിന്നെ 2 പ്ലേറ്റ് ബീഫും കൊള്ളിയും, പിന്നെ കാടമുട്ടയും, പിന്നെ എന്താന്ന് ചിക്കൻ സമൂസ, മുട്ട സമൂസ, പിന്നെന്താ മസാല ബജി, ചായ, മുട്ട ബജി. എനിക്ക് ചിക്കൻ സമൂസ. ഇത് പാപ്പന്റെ ചെലവാ. പാപ്പന് ജോലി കിട്ടേണ്ട ചെലവാ അത്ര.